എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണ എന്റെ കൂർക്കത്തലയുടെ അടുത്താണ്. അപ്പൊ ഇപ്പൊ കൂർക്ക നടാനുള്ള സമയം ഉണ്ടാ. നമ്മ ഈ സമയത്ത് കൂർക്ക നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ കൂർക്ക പറിച്ചെടുക്കാം. എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ മഴകളൊക്കെ കിട്ടണ്ടല്ലോ, അപ്പം പ്രത്യേകിച്ച് നനക്കലൊന്നും വേണ്ട. ഈ സമയമാണ് നമുക്ക് കൂർക്ക നടാനായിട്ട് ഏറ്റവും നല്ല സമയം, ഇപ്പൊ ഈ ആഗസ്റ്റ് മാസത്തില്. അപ്പം നമ്മിപ്പൊ കണ്ട കൂർക്ക നമ്മ നടാനുള്ള പാകത്തിൽ ഇങ്ങനെ മുളപ്പിച്ച് നിർത്തിയേക്കണേണ്. കൂർക്ക പാകി മുളപ്പിച്ച് നിർത്തിയേക്കണേണ്. നല്ല വെറൈറ്റി കൂർക്കയാണ് ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നട്ടിട്ട് ഇഷ്ടം പോലെ കൂർക്ക നമ്മ വിളവെടുത്തതാണ് ഒരു മൂട്ടിൽ നിന്ന് തന്നെ. അപ്പൊ നമുക്കിപ്പോ ഇതേപോലെ നമ്മ കൂർക്ക മുളപ്പിച്ച് നിർത്തണം. മുളപ്പിച്ച് നിർത്തിയിട്ട് നമ്മ ഇതിന്റെ കട്ടിങ്സ് ആണ് ഇനിയിപ്പോ എടുത്ത് നടേണ്ടത്. അപ്പൊ ഇത് നടാനുള്ള കട്ടിങ്സുകളാണ്. നമുക്ക് ചെറിയൊരു കട്ടിങ്സ് മതിയായിട്ട് നമുക്ക് നട്ടുകൊടുക്കാനായിട്ട്. ഞാനിപ്പോ ഇവിടെ നടാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല് HDPയുടെ ചട്ടിയിലാണ് നടാൻ പോണത്. അപ്പൊ നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചാക്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കൂർക്ക കൃഷി ചെയ്യാം. മണ്ണിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കൂർക്ക കൃഷി ചെയ്യാട്ടെ. കൂർക്കൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഒരു സ്ഥലമൊന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ള കൂർക്ക നമുക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. കണ്ട ഇതൊക്കെ നമുക്ക് കൂർക്ക ഇതേപോലെ മുളപ്പിച്ച് നിർത്തിയേക്കണേ. അപ്പൊ കൂർക്കയുടെ കട്ടിങ്സ് ഒക്കെ വേണ്ടവർ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മ കൂർക്കയുടെ കട്ടിങ്സ് ഒക്കെ നമ്മ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ട ഈ ഗ്രോ ബാഗുകളിലൊക്കെ നമ്മ ഇങ്ങനെ മുളപ്പിച്ച് നിർത്തിയേക്കണതാണ്. അപ്പൊ നമുക്ക് നടാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രാവശ്യം കൂർക്കയൊക്കെ നട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കട്ടിങ്സ് ഒന്നും മേടിക്കേണ്ടി വരൂല കേട്ടാ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ആ കൂർക്ക കിടന്നിട്ട് തന്നെ നമുക്ക് ഒരുപാട് എല്ലാ വർഷവും കൃഷി ചെയ്യാനുള്ള നമുക്ക് കൂർക്കത്തലകൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മ കൂർക്ക പറിച്ചു കഴിഞ്ഞാൽ 1-2 കൂർക്കയൊക്കെ അവിടെ ഇട്ടിരുന്നാ മതി. നമുക്ക് പിറ്റേ വർഷം നടാം കൂർക്ക. നമുക്ക് വീട്ടിൽ നമ്മുടെ കട്ടിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കൂർക്ക കൃഷി ചെയ്യാട്ടാ. അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ശരിക്കും നടേണ്ട സമയം ഈ ആഗസ്റ്റ് മാസം ഒന്ന് മാത്രം. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും കൂർക്ക നട്ടുകൊണ്ടേ ഇരിക്കാം. 90 ദിവസം മതി കൂർക്ക വിളവെടുക്കാനായിട്ട്. അധികം നാളൊന്നും വേണ്ട കൂർക്ക വിളവെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കട്ടിങ്സ് എടുക്കേണ്ടതെന്ന് നോക്കാം. കണ്ട അപ്പൊ നമ്മ ഇതിങ്ങനെ പാകി നിർത്തിയേക്കണതാണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ കട്ടിങ്സ് മതി. കണ്ട ഇതേപോലെ ഇത്രയുള്ള ഒരു കട്ടിങ്സ് നട്ടുകൊടുത്താൽ മതി. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കൊരു ചട്ടിയിലൊക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 6 കട്ടിങ്സ് ഒക്കെ നടേണ്ടി വരുള്ളൂ. ചെറിയ ചട്ടികളാണല്ലോ. അപ്പൊ നമുക്ക് ഇതേപോലെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് നട്ടുകൊടുക്കാം. കണ്ട കൊച്ചു കൊച്ചു കട്ടിങ്സ് മതി നമുക്ക് നടാനായിട്ട് എടുക്കാനായിട്ട്. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നമുക്ക് മണ്ണിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ നമ്മ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കൂർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ മണ്ണിലൊക്കെ നടയെന്ന് വെച്ചാല് വാരം കോരിയൊക്കെ നമ്മ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പടർന്ന് ഇഷ്ടംപോലെ കൂർക്ക് ഉണ്ടായി കിട്ടും കേട്ടോ. നമുക്ക് മണ്ണിലും ചാക്കിലും ഒക്കെ നമുക്ക് കൂർക്ക നമുക്ക് നടാം. കണ്ട ഇതേപോലെ കട്ടിങ്സ് എടുത്താൽ മതി. നടാൻ പോലെ നമ്മ എന്തിലാന്ന് വെച്ചാൽ HDPയുടെ ചട്ടിയിലാണ്. HDP ചട്ടി എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പ് നമ്മ മേടിച്ചതാണ്. നമ്മ കുറെ കൃഷികളൊക്കെ കഴിഞ്ഞപ്പോഴെപ്പോഴും നമ്മ കൃഷി ചെയ്യും. വീണ്ടും വീണ്ടും നമ്മ പുതിയ കൃഷികൾ ചെയ്യും. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ലാത്ത ചട്ടിയാണ് കേട്ടോ. നമുക്ക് ടെറസിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. നമുക്ക് ഇത് എടുത്ത് മാറ്റി വെക്കാനൊക്കെ നല്ലതാണ്. നമ്മ HDPയുടെ ചട്ടിയിലാണ് ഇവിടെ കുറെ കൃഷികളൊക്കെ ചെയ്തേക്കണത്. നമ്മ ഒരുപാട് ചട്ടിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടെറസിലൊക്കെ വെക്കാൻ പറ്റിയ ചട്ടി തന്നെയാണ് ഇത്. ഇതിലാണ് ഇപ്പൊ നമ്മ നടാൻ പോണത്. നമുക്ക് അടിയില് കണ്ട ഈ ഹോൾ അടയാണ്ടിരിക്കാൻ നമുക്ക് ചിരട്ടോ അല്ലെങ്കിൽ ഓടിന്റെ കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കാട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോൾ അടഞ്ഞു കഴിഞ്ഞാല് പിന്നെ വെള്ളം കെട്ടി നിക്കോല. അപ്പൊ നമുക്ക് വെള്ളം കെട്ടി നിക്കാണ്ടിരിക്കാനാണ് നമ്മ ഈ ഓടിന്റെ കഷ്ണമൊക്കെ വെക്കണത്. ഹോളുള്ള സ്ഥലത്ത് ഈ ഓടും കഷ്ണം വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ട മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരിയിലൊക്കെ പൊടിഞ്ഞതും കുറച്ച് ചാണകപ്പൊടി ചാരമൊക്കെ കൂടി ഇട്ട മണ്ണാണ്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ വളങ്ങളും ഒന്നും കൂർക്ക കൃഷിക്ക് വേണ്ടിട്ട് നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റൊക്കെ തന്നെ മതി കൂർക്ക കൃഷി ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് യാതൊരു വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമുക്കിതൊന്ന് ഈ ചട്ടിയിൽ നിറച്ചു കൊടുക്കാം. അപ്പൊ കരിയിലൊക്കെ നമ്മ ഇതിലിട്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇതില് ആവശ്യത്തിന് നമ്മ കരിയിലേക്ക് ഇട്ടിരുന്ന മണ്ണാണ്. അപ്പൊ നമ്മ ഇതേപോലെ മണ്ണ് കൂട്ടിയിടും. കരിയിലും ചവറും ഇതും ചാരമൊക്കെ കൂടെ കൂട്ടിയപ്പോഴും മണ്ണ് നമ്മ റെഡിയാക്കി ഇടും. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും നടുമ്പോ പ്രത്യേകിച്ച് അത് അപ്പൊ തന്നെ വാരി നിറച്ച് കുമ്മായൊക്കെ ഇട്ട് പരിചയപ്പെടുത്തിയ മണ്ണാണ്. അപ്പൊ നമുക്ക്
എന്ത് നടാനും പിന്നെ മണ്ണ് റെഡിയാക്കേണ്ട കാര്യമില്ല. എപ്പോഴും കൃഷി ചെയ്യുമ്പോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണ് ഒക്കെ കുമ്മായം ഒക്കെ ഇട്ട് എല്ലാം നമ്മുടെ വീട്ടിലെ വളങ്ങളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാല് നിങ്ങക്ക് ഏത് ചെടി കിട്ടുമ്പോഴും അപ്പൊ തന്നെ നിങ്ങക്ക് കൃഷി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങക്ക് കുമ്മായം ഇട്ട് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ വളങ്ങളൊക്കെ ഒന്ന് മണ്ണായിട്ട് യോജിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ വളങ്ങളൊക്കെ നമ്മൾ ചാണകം പോയാലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെടി അപ്പൊ തന്നെ വെക്കുമ്പോ അത് ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മണ്ണെപ്പോഴും ഇതേപോലെ പരുവപ്പെടുത്തി ഇട്ട് കഴിഞ്ഞാല് നിങ്ങക്ക് എളുപ്പത്തില് നിങ്ങക്ക് കൃഷി ചെയ്യാൻ പറ്റും. എപ്പൊ ചെടി കിട്ടുമ്പോഴും അപ്പൊ തന്നെ നടുകയും ചെയ്യാം. അത് വല്ല ചാക്കിലും ഒക്കെ ആക്കി വെച്ചാൽ മതി. നിങ്ങ കിട്ടണ കരിയിലകളും ഈ മണ്ണും പിന്നെ നമ്മുടെ പച്ചക്കറി നടുമ്പോഴുള്ള വേസ്റ്റുകളൊക്കെ വരുമല്ലോ. ഇപ്പൊ ടെറസിലൊക്കെ ആയാലും കൃഷി ചെയ്യുമ്പോ ആ പച്ചക്കറി തൈയൊക്കെ പറിച്ച് കളയുമല്ലോ. അപ്പൊ അതൊക്കെ കൂടെ നമ്മ ചാക്കിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൃഷിക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മ ചട്ടിയില് മണ്ണൊക്കെ നിറച്ച് ഇനി നമുക്ക് കൂർക്കത്തെല്ലാം നട്ടുകൊടുക്കാം. കണ്ട, ഇതാണ് കൂർക്കയുടെ കമ്പുകള്. അത് നമുക്ക് കണ്ട ഇതേപോലെ നട്ടുകൊടുക്കട്ട. ഇപ്പൊ ഒരു ചട്ടിയിൽ ഇപ്പൊ ഇതൊരു 5-6 നടാൻ പറ്റുള്ളൂ. ചട്ടി ചെറുതാണല്ലോ. നിങ്ങക്ക് ചാക്കിലോ ഗ്രോ ബാഗിലോ എന്തെങ്കിലും വേണമെങ്കിലും ഒക്കെ നടാം. അപ്പൊ അത് സ്പേസ് അനുസരിച്ച് നട്ടുകൊടുത്താ മതി. ഇതിങ്ങനെ വേരിങ്ങനെ ഈ കുത്തി പടർന്ന് പോകുമല്ലോ. അപ്പൊ നമുക്ക് ഈ ചട്ടിയുടെ ഉള്ളിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം ആ സമയത്ത്. അപ്പൊ നമുക്ക് ഈ വേരിങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ കൂർക്കുണ്ടാവോട്ടാ. നിങ്ങൾ നടുമ്പോ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചരിച്ച് നട്ടുകൊടുത്താൽ നല്ലതാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് വേര് ഇറങ്ങോട്ടാ. ഏത് ചെടിയും ചരിച്ച് നട്ടുകൊടുത്താൽ നല്ലത് തന്നെയാണ്. അപ്പം ഈ വേര് കൂടുതൽ ഇറങ്ങിയിട്ട് കൂടുതൽ കൂർക്ക് ഉണ്ടാകുകയും ചെയ്യും. കണ്ട, നമുക്കിപ്പോ കൂർക്ക് ഇത്രയും നടാൻ പറ്റുള്ളൂ ചട്ടിയിലൊക്കെ. നമുക്ക് ഇനി ഒന്ന് നനച്ചു കൊടുക്കാം. എപ്പോഴും നനക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൂർക്കൊക്കെ ഒന്നും. നമ്മന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ മഴക്കാലമുള്ള മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒട്ടും തന്നെ നനക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഇതേപോലെ കൂർക്കയൊക്കെ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ ഒക്കെ കൃഷി ചെയ്യാം. നമുക്ക് ഈ ഓഗസ്റ്റ് മാസം നട്ട് കഴിഞ്ഞാല് നമുക്കൊരു 3 മാസം എത്തുമ്പോ തന്നെ നമുക്ക് കൂർക്ക വിളവെടുക്കാം. അപ്പൊ എല്ലാവരും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണം. നമ്മുടെ വീട്ടിൽ നിന്നുള്ള കൂർക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ തോല് പോലും കളയണ്ട, അത്രക്ക് ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കൂർക്കൊക്കെ. അപ്പൊ എല്ലാവരും നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയാണ്. പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് കൂർക്ക. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കൂർക്ക പറിച്ചെടുത്ത് നമുക്ക് ടേസ്റ്റോടുകൂടെ കഴിക്കുകയും ചെയ്യാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.